ചിറ്റിലപ്പള്ളി ഫൗണ്ടേഷനും ലയൺസ് ക്ലബ്ബ് ഇന്റർനാഷണലുമായി സഹകരിച്ച് കാഞ്ചിയാറിൽ നിർമ്മിച്ച വീടിന്റെ താക്കോൽദാന ചടങ്ങ് നടന്നു. ലയൺസ് ഡിസ്ട്രിക്ട് ഗവർണർ രാജൻ എൻ നമ്പൂതിരി ചടങ്ങ് ഉദ്ഘാടനം ചെയ്തു. സമൂഹത്തിൽ കഷ്ടത അനുഭവിക്കുന്ന ഓരോ വ്യക്തിയെയും സമൂഹത്തിന്റെ മുൻനിരയിലേക്ക് കൊണ്ടുവരുന്നതിൽ ലയൺസ് ക്ലബ്ബ് വലിയ പങ്കാണ് വഹിക്കുന്നത്. നിരവധിയായ പ്രവർത്തനങ്ങളാണ് അംഗങ്ങൾ ഇതിനായി നടത്തുന്നത്. അത്തരത്തിൽ രൂപം കൊണ്ട പദ്ധതിയാണ് സ്വപ്നഭവനം. ചിറ്റിലപ്പള്ളി ഫൗണ്ടേഷനും ലയൺസ് ക്ലബ്ബ് ഇന്റർനാഷണലുമായി സഹകരിച്ച് നിർമ്മിക്കുന്ന സ്വപ്നഭവനം പദ്ധതിയുടെ ഭാഗമായാണ് കാഞ്ചിയാറിലും സ്വപ്നഭവനം ഒരുക്കിയത്. വീടിന്റെ താക്കോൽദാനം ലയൺസ് ഡിസ്ട്രിക്ട് ഗവർണർ രാജൻ എൻ നമ്പൂതിരി നിർവഹിച്ചു. ഈ വർഷത്തെ സ്വപ്നഭവനം പദ്ധതി 107 ഭവനം 107ാമത്തെ വർഷം നമുക്ക് ഹാൻഡ് ഓവർ ചെയ്യണം എന്നുള്ള ആഗ്രഹത്തിൽ തുടങ്ങിയ ഈ പദ്ധതി കൊച്ചി ചിറ്റിലപ്പള്ളി ഫൗണ്ടേഷനുമായിട്ട് കൈകോർത്തപ്പോൾ അതൊരു യാഥാർത്ഥ്യമാകുന്ന ഒരു സ്വപ്നത്തിൽ മാത്രം ഇരുന്ന ഒരു പദ്ധതി അത് യാഥാർത്ഥ്യമാകുകയാണ്. 107 ഭവനം എന്ന് പറയുന്നത് ആദ്യകാലങ്ങളിൽ ആരംഭ ദശകളിൽ ഇത് എത്രമാത്രം പ്രായോഗികമാകുമെന്നുള്ള ഒരു ബുദ്ധിമുട്ടൊക്കെ അനുഭവിച്ചിരുന്ന സമയത്താണ് കട്ടപ്പന പോലെയുള്ള ക്ലബ്ബുകൾ മുന്നോട്ട് വരികയും ഈ പ്രോജക്റ്റിന് തന്നെ ഒരു ആക്കം വരുന്ന രീതിയിലുള്ള ഇൻവോൾവ്മെൻറ്റ് വന്നത്. അതിന് തീർച്ചയായിട്ടും ചീഫ് പ്രോജക്റ്റ് കോർഡിനേറ്ററുടെ ഭാഗത്തു നിന്നുള്ള ഇടപെടലും അതുപോലെ തന്നെ ഞാൻ ഇവിടെ എടുത്തു പറയുന്നു. സ്വപ്നഭവനം പദ്ധതിയിലൂടെ ഇടുക്കി, എറണാകുളം ജില്ലകളിലായി 122ാമത്തെ വീടാണ് കാഞ്ചിയാറിൽ നിർമ്മിച്ചു നൽകിയത്. ചടങ്ങിൽ മികച്ച സാമൂഹിക പ്രവർത്തനത്തിനുള്ള കട്ടപ്പന ലയൺസ് ക്ലബിന്റെ ആദരവ് HCN മാനേജിംഗ് ഡയറക്ടർ ജോർജി മാത്യുവിനും കാഞ്ചിയാർ ഗ്രാമപഞ്ചായത്ത് അംഗം സന്ധ്യ ജെയിനും നൽകി. ചടങ്ങിൽ ലയൺസ് ക്ലബ്ബ് കട്ടപ്പന പ്രസിഡന്റ് സെൻസ് കുര്യൻ അധ്യക്ഷനായിരുന്നു. അംഗങ്ങളായ ജോർജ് സാജു, ശ്രീജിത്ത് ഉണ്ണിത്താൻ, ജോർജ് തോമസ്, ജോസ് മംഗളി, രാജീവ് ജോർജ്, MM ജോസഫ് തുടങ്ങിയവർ സംസാരിച്ചു. നിരവധി ആളുകളും പരിപാടിയിൽ പങ്കെടുത്തു.